സിനിജു, തൃശ്ശൂർ പൂരത്തിന് പുതിയ മാനദണ്ഡങ്ങൾ വരുന്നു. അതായത് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം സുരേഷ് ഗോപി തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്തായിരുന്നു തൃശ്ശൂർ പൂരം നടന്നത്. ആ സമയത്ത് തൃശ്ശൂർ പൂരത്തിൽ അലങ്കോലങ്ങൾ ഉണ്ടായി, പോലീസ് ഇടപെട്ടു. അതായത് പൂര സ്നേഹികളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായി. പൊതുവേ ഈ ഇടതുപക്ഷക്കാർക്ക് ഹൈന്ദവ ആചാരങ്ങളിൽ തൊട്ട് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. പല സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളതുമാണ്. അതേപോലെ തന്നെയാണ് തൃശ്ശൂരുകാരുടെ മാത്രം വികാരമല്ല തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. കേരളത്തിലെ മുഴുവൻ, അല്ലെങ്കിൽ കേരളത്തിലെ പുറത്തുള്ളവരുടെ കൂടി ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം. ആ പൂരത്തെയാണ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ പൂരം കാണികൾക്കൊക്കെ കാണത്തക്ക രീതിയിൽ വെടിക്കെട്ടാണെങ്കിലും പഴയതുപോലെ സ്വരാജ് റൗണ്ടിൽ തന്നെ നടത്താൻ പറ്റുന്ന രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. സത്യത്തിൽ കയറിയപ്പോൾ തന്നെ തൃശ്ശൂരുകാരെ കയ്യിലെടുക്കുന്ന, അവരുടെ വികാരത്തെ കയ്യിലെടുക്കുന്ന ഒരു നിലപാടല്ലേ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ വേണം കരുതാൻ. കാരണം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടാണ്. കാരണം അദ്ദേഹം അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ വിവാദം ഉണ്ടായത്. പക്ഷേ അന്നും സുരേഷ് ഗോപി അവിടെ എത്തിയതിന് ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ നടന്നത്, അല്ലേ? പോലീസുകാരും മറ്റുള്ളവരും ഒക്കെ ചില കടുംപിടുത്തം നിലപാട് സ്വീകരിച്ചപ്പോൾ അദ്ദേഹം വളരെ മാന്യമായി വളരെ പോസിറ്റീവായിട്ട് നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിളിച്ചു കൂട്ടിയ ഒരു യോഗത്തിന് മന്ത്രിമാർ, അല്ലെങ്കിൽ ഈ പറയുന്ന ജില്ലാ കളക്ടർ, SP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കണം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നല്ലതാണ്. കാരണം ഈ തൃശ്ശൂർ പൂരം കാണാൻ വരുന്ന തൃശ്ശൂരുകാർ മാത്രമല്ല, കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആൾക്കാർ വരും. അവിടെ വരുന്ന ആൾക്കാർ തൃശ്ശൂർ പൂരം മാത്രം കണ്ടാൽ പോരാ, അവർക്ക് പിന്നീടുള്ള വെടിക്കെട്ട് കാണണം. അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ എന്ത് കാരണം കൊണ്ട് അത് തടസ്സപ്പെട്ടോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇന്ന രീതിയിൽ മുന്നോട്ട് പോകണം. എല്ലാവർക്കും എവിടെയൊക്കെ നിന്ന് തൃശ്ശൂർ പൂരം കാണാൻ പറ്റും, ഇതിനകത്ത് പങ്കെടുക്കുമ്പോൾ എന്തൊക്കെ അപകട സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതിനെ എങ്ങനെ പരിഹരിക്കാം, ഇതിൻ്റെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുനിൽകുമാർ, അദ്ദേഹം വളരെ ഒരു പ്രേമിയാണെന്ന് പറയാം. ഉത്സവപ്പറമ്പിലൊക്കെ അദ്ദേഹം സജീവമാണ്. നമുക്കറിയാം, CPയുടെ സ്ഥാനാർത്ഥിയൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹവും ഇതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും UDFകാരും അതിനോട് യോജിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഹിന്ദുക്കളുടെ ഒരു വലിയ വികാരമല്ലേ തൃശ്ശൂർ പൂരം? ഒരിക്കലുമല്ല. ഹിന്ദുക്കൾ എങ്ങനെയാണോ തൃശ്ശൂർ പൂരത്തെ കാണുന്നത്, അതുപോലെ തന്നെയാണ് അവിടുത്തെ ക്രൈസ്തവ ജനതയെ കാണുന്നത്. ക്രൈസ്തവ ജനതയുടെ പള്ളിപ്പെരുന്നാളിനേക്കാൾ വലിയ ആഗ്രഹം അല്ലെങ്കിൽ ആഘോഷം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. അവർ ഏത് ലോകത്തുണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ അവർ വരുന്നത് ഈ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി അത് പരിഹരിച്ച് മുന്നേറാനായിട്ട് ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നു. ആ മുന്നോട്ട് വെക്കുന്ന സുരേഷ് ഗോപിയുടെ മാത്രം നിർദ്ദേശമായിരിക്കില്ലല്ലോ. അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് അതിന് എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെ പരിമിതികളുണ്ട്, അതിനെയൊക്കെ മറികടക്കുന്നത് എങ്ങനെ വേണം എന്ന് ചർച്ച ചെയ്യുകയാണ്. ഈ ചർച്ചയിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകും, അതുപോലെ തന്നെ മന്ത്രിമാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ അവരെല്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഇതിനൊപ്പം സാധാരണ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. അത് BJPക്കാരനാകാം, കോൺഗ്രസ്സുകാരനാകാം, CPMകാരനാകാം. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ പോസിറ്റീവായിട്ട്, അത് ആദ്യത്തെ ചർച്ചയായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റൂ. അങ്ങനെ തന്നെ നമുക്കിതിനെ വീണ്ടും നോക്കിക്കാണാം. തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിലെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ആഘോഷമല്ല. അവിടുത്തെ ക്രിസ്ത്യാനികൾ, അവിടുത്തെ എന്നല്ല, എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾ, അത് ആ സമയത്ത് ലീവിന് വരുന്നവർ വരെ തൃശ്ശൂർ ആ സമയത്ത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സുരേഷ് ഗോപി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അന്ന് അത്തരത്തിൽ ഷോ ഓഫ് കാണിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നൊക്കെയുള്ള വാർത്തകളൊന്നും, പിന്നെ അതിലൊന്നും വലിയ രീതിയിലുള്ള നടപടികളൊന്നും നമ്മൾ കണ്ടില്ല. പക്ഷേ സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ നിലപാടെടുക്കുമ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തായിരിക്കും അവർ ഇതിന് മുന്നോട്ട് വയ്ക്കുന്ന, പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷമാണ് പൂരത്തിന് ഇത്രയും നിയന്ത്രണം വന്നത്. അതിനുശേഷം ആന ഇടയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നിയന്ത്രണങ്ങൾ, ഹൈക്കോടതിയുടെയൊക്കെ വിലക്കുകൾ, നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എന്ത് നിലപാടായിരിക്കും സുരേഷ് ഗോപി എടുക്കുന്ന തീരുമാനത്തിൽ ഇടതുപക്ഷം കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു സമീപനം? അതായത് കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറയണം. കാരണം സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഒരു കാണി മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഒരു ചീഫ് ഗസ്റ്റായിട്ടായിരിക്കും ഇനി അവിടെ പങ്കെടുക്കാൻ പോകുന്നത്. കാരണം കേന്ദ്ര സഹമന്ത്രി എന്ന് പറയുന്ന ഒരു വലിയ പദവിയുമായിട്ടാണ് അങ്ങോട്ട് ഇരുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ കാലങ്ങളായി ഇടത് സർക്കാരിൽ ഉൾപ്പെട്ട ചില ആളുകൾ, ചില പാർട്ടിക്കാർ മാത്രം ഈ ഹൈന്ദവ ഉത്സവങ്ങളെ അതിൻ്റെ നിറം കെടുത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യാം. കഴിഞ്ഞ തവണ
തന്നെ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചിട്ട് അങ്ങോട്ട് ആനയ്ക്ക് പട്ടയുമായി പോയവരെ പോലും കടത്തിവിട്ടില്ല. എന്തിനാണ് അത് കടത്തിവിടാത്തത്? ആർക്കും അറിയത്തില്ല. വെറുതെ ഒരു മുട്ടാപ്പോക്ക് കാണിക്കുന്നു. അവിടെ ഇത്തവണ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അവിടെ ചെന്ന് പറഞ്ഞാൽ അവരെ കയറ്റിവിടുക, അല്ലെ അതങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈയും കെട്ടി നിന്ന് സല്യൂട്ട് അടിച്ച് അനുസരിക്കാനേ പറ്റുള്ളൂ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VS സുനിൽകുമാറിനെ പോലെ ഈ CPM-ലെയും CPI-ലെയും തന്നെ ഈ പൂരത്തെ ഉത്സവത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അവരെല്ലാം തന്നെ ഇതിനോട് യോജിക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയല്ല, ഞങ്ങളുടെ ജനപ്രതിനിധിയാണ് എന്ന നിലയിൽ നിൽക്കുകയും ഇവരെല്ലാം ഒത്തൊരുമിച്ച് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണും. അപ്പോൾ ആരൊക്കെയാണോ ഈ ഉത്സവത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, ആരൊക്കെയാണോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉത്സവത്തിൻ്റെ നിറം കെടുത്താൻ ശ്രമിച്ചത്, അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. കണ്ടുപിടിച്ചിട്ട് അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അത് മുൻകൂട്ടി കണ്ട് പരിഹരിക്കും. അപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റും, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാൻ പറ്റും, അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ജനപ്രതിനിധികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മാത്രമല്ല ഈ ദേവസ്വങ്ങളുണ്ട്, ഈ ദേവസ്വം മുന്നോട്ട് വെക്കുന്ന ചില പോസിറ്റീവായ കാര്യങ്ങൾ നെഗറ്റീവായ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ അവിടെയും പരിഹരിക്കപ്പെടുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള പോസിറ്റീവായ ഒരു സമീപനം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നു. അതിനോടുകൂടി ആ ജനങ്ങളെല്ലാം, ക്രൈസ്തവ ജനത ആയിക്കോട്ടെ, ഹിന്ദുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, ഇതെല്ലാം തന്നെ അവിടേക്ക് എത്തുകയാണ്. കാരണം ഈ ഉത്സവം എന്ന് പറയുന്നത് ഒരു ആഘോഷം മാത്രമല്ല, അവിടെ ഒരു വലിയ കച്ചവടമാണ്, വലിയൊരു ആഘോഷ പരിപാടികളാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ പല ദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവധിക്ക് വീട്ടിലേക്ക് എത്തുന്നത് ഈ തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച ആ സമയത്ത് വീട്ടിലേക്ക് എത്താം. അപ്പോൾ അവധിയുമാണ്, കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട സമയമല്ല. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഈ പരിപാടികളിൽ പങ്കെടുക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും ഉത്സവം വളരെ കെങ്കേമമായി, മുൻപ് ഏത് രീതിയിലാണോ തൃശ്ശൂർ പൂരത്തിന് ഖ്യാതി ഉയർന്നത് അതേ ഖ്യാതി ഉയർത്താൻ കഴിയും. മാത്രമല്ല, ഇത്തവണ അവിടെ സുരേഷ് ഗോപി ജനപ്രതിനിധിയായി എത്തി. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടെയാണ്. അപ്പോൾ ഈ ഇഷ്യൂ പരമാവധി മുതലെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ ആഘോഷങ്ങളിലും പരമാവധി കൊഴിപ്പിക്കാൻ ശ്രമം BJP നടത്തും. ആ രീതിയിൽ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്കിതിനെ കാണാം. തീർച്ചയായിട്ടും ഇത്തവണത്തെ തൃശ്ശൂർ പൂരം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ കേന്ദ്ര സഹമന്ത്രി കൂടിയായ തൃശ്ശൂർ ഇങ്ങനെ എടുക്കുക എന്ന് തന്നെ, എൻ്റെ നെഞ്ചിലാണ് തൃശ്ശൂർ എന്നാണ് സുരേഷ് ഗോപി എപ്പോഴും പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ തൃശ്ശൂർ പൂരം നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അങ്ങനെ സുരേഷ് ഗോപിയുടെ ഈ ഒരു മുൻകൈയിൽ, അല്ലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പെട്ടെന്ന് തന്നെ ഒരു യോഗം വിളിച്ചിരുന്നു. അതിൽ മന്ത്രിമാർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, നാട്ടുകാരെല്ലാവരും പങ്കെടുക്കുന്നു. എല്ലാവർക്കും ഒരേ മനസ്സോടെ നിൽക്കുന്നു. കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങൾ അവരുടെ മനസ്സിനെ അത്രത്തോളം കീറി മുറിച്ചു. വിശ്വാസികളും വിശ്വാസികളല്ലാത്തതുമായ ആൾക്കാരുണ്ട്, പക്ഷേ അവരെല്ലാം തന്നെ പൂരപ്രേമികളാണ്. ആനയെ കാണാൻ വരുന്നവരുണ്ട്, പൂരം കാണാൻ വരുന്നവരുണ്ട്, വെടിക്കെട്ട് കാണാൻ വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനസ്സ് തൃപ്തിപ്പെടുത്തണം. ഈ സ്വരാജ് റൗണ്ടിൽ എങ്ങനെ വാഹന ഗതാഗതം ഉണ്ടാകുന്നു, അല്ലെ ആ ഗതാഗതത്തിൽ എങ്ങനെ നിയന്ത്രണം വേണം, അത് ഉത്സവത്തെ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ, ഈ ഒരു ഉത്സവം കാരണം റോഡ് ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ ആംബുലൻസിന് പോകാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൃത്യമായി കണ്ടെത്തി മാറ്റി നിർത്താൻ ഇവർക്ക് കഴിയണം. മാത്രമല്ല, ഈ പറയുന്ന തിരുവമ്പാടിയും പാറമേക്കാവും ഒക്കെ ദേവസ്വം ഉണ്ടല്ലോ, ഈ ദേവസ്വത്തിൻ്റെ ആൾക്കാരും ഇവരോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്നു. അവിടെ രാഷ്ട്രീയം കാണത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്വാഭാവികമായും തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഇനി മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ഉത്സവമാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം അങ്ങനെ ആയിരുന്നു. പക്ഷേ സുരേഷ് ഗോപി ജനപ്രതിനിധിയായി വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ എന്ന നിലയിൽ അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്യും. നമുക്കറിയാം, എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാ തവണയും എത്തിച്ചേരുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. കഴിഞ്ഞ ഏതാണ്ട് 5 വർഷത്തോളം പൂർണ്ണമായും ജനപ്രതിനിധി അല്ലാഞ്ഞപ്പോൾ പോലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ ആളും അർത്ഥവും ഉപയോഗിച്ച് എല്ലാവിധ സ്വാധീനവും അവിടെ പ്രയോഗിക്കും. അദ്ദേഹം പറയുന്നത് തന്നെ പൂരം ജനങ്ങളുടെ അവകാശമാണ്, വെടിക്കെട്ട് പഴയതുപോലെ ആസ്വദിക്കാൻ ആളുകൾക്ക് കഴിയണം, ഇതിനായി പുതിയ റിപ്പോർട്ട് നൽകും. മാത്രമല്ല, സ്വരാജ് റൗണ്ടിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ വെടിക്കെട്ട് ആസ്വദിക്കാൻ ആളെ നിർത്താനാണ് നോക്കുന്നത്. മാത്രമല്ല, വെടിക്കെട്ട് വരെയും സ്വരാജ് റൗണ്ടും തമ്മിലുള്ള അകലം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് അത് കൃത്യത വരുത്തും. അതായത് എല്ലാ ഭാഗങ്ങളിലും കൃത്യമായി പരിശോധനകൾ നടത്തി അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകുക. അത്തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുന്നത്. ഇതിനുവേണ്ടി ഹൈക്കോടതിയെ സമീപിക്കും. എല്ലാ രീതിയിലും പൂരപ്രേമികൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് ഇത്തവണത്തെ പൂരത്തിൽ ഉണ്ടാവരുത്. അതാണ് സുരേഷ് ഗോപി മുന്നോട്ട് വയ്ക്കുന്ന ഏക ആശയം എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനുജിക്ക് അങ്ങനെ തന്നെയല്ല? അതന്നെ, കാരണം പരിമിതിയും പരിധികളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടക്കുമ്പോഴാണല്ലോ ഒരു സംഭവം വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഉത്സവം എന്ന് പറയുന്നത് പരിമിതികളെ കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയല്ല ചെയ്യേണ്ടത്. കഴിഞ്ഞ തവണ ഉണ്ടായത് അതാണ്. ഈ ആന അവിടെ നിൽക്കുന്നു, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഉത്സവം ഇങ്ങോട്ട് വരുന്നു, അതുകൊണ്ട് അതിലേക്കൂടെ വണ്ടി പോകാൻ പറ്റില്ല. കുറേ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു താൻ പ്രമാണിത്വം അവിടെ കാണിച്ച് ഇനി അതൊന്നും പറ്റില്ല. കാരണം കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന ഒരാൾ ചീഫ് ഗസ്റ്റായിട്ട് അവിടെ വരുന്നു. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
SP പോലും അത് അനുസരിച്ചേ പറ്റുള്ളൂ. കാരണം പ്രോട്ടോകോൾ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ഒരാളാണ്. മാത്രമല്ല BJP-ക്കാർ, CPM-മാർ, കോൺഗ്രസ്സുകാരെല്ലാം തന്നെ ഒന്നിച്ച് നിൽക്കുമെന്ന് നമുക്കറിയാം. കാരണം സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് BJP-ക്കാർ മാത്രമൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തെ താല്പര്യമുള്ള ഒരുപാട് പേര് അദ്ദേഹത്തിനോട് ഒരുമിച്ച് നിൽക്കും. അപ്പോൾ അദ്ദേഹം ഒരു മുൻകൈ എടുത്ത് മുന്നിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. ഒപ്പം മത്സരിച്ച VS സുനിൽകുമാർ മുന്നിലേക്ക് വരുന്നു, അല്ലെങ്കിൽ മറ്റൊരു CPM നേതാവ് വരുന്നു, മറ്റൊരു കോൺഗ്രസ് നേതാവ് വരുന്നു. അപ്പോൾ ഇവർ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നിച്ച് നിൽക്കുമ്പോൾ തൃശ്ശൂർ പൂരം മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നു. വലിയ ജനസഞ്ചയം ഉണ്ടാകുന്നു, വലിയ രീതിയിൽ വെടിക്കെട്ട് വിജയമാക്കി തീർക്കുന്നു. അതിനെന്തെങ്കിലും പരിമിതികളും പോരായ്മകളും ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു. അങ്ങനെ ഇത്തവണത്തെ തൃശ്ശൂർ പൂരം മുൻ വർഷത്തെ പരിമിതികളെല്ലാം മറികടക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.